ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ മൈസൂരിലുള്ളൊരു വിൻറ്റേജ് കാർ മ്യൂസിയം ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പയാന വിൻറ്റേജ് കാർ മ്യൂസിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൈസൂർ സിറ്റിയിൽ നിന്ന് 15 കിലോമീറ്റർ മാറി മൈസൂർ ബാംഗ്ലൂർ ഹൈവേക്ക് അടുത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം കാറും ബൈക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു വിൻറ്റേജ് മ്യൂസിയത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ടയറിൻ്റെ ഷേപ്പാണ് അവർ കൊടുത്തേക്കുന്നത്. അതിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറാനായിട്ട്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഈ മ്യൂസിയത്തിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വാഹനങ്ങളുടെ ഒരു ഇവല്യൂഷനാണ് കേട്ടോ. ആദ്യം നമ്മൾ ചക്രം കണ്ടുപിടിച്ചു, അതിനുശേഷം ഇതുപോലുള്ള കാളവണ്ടികൾ നമ്മൾ ഉപയോഗിച്ചു. അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന മോഡേൺ കാറിലോട്ട് നമ്മൾ മാറിയത്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കാറ് മുതൽ ഈ ഒരു ആധുനിക കാലത്തെ പല ബ്രാൻഡുകളുടെയും പല മോഡൽ കാറുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യയിലെ നിരത്തുകളെ രാജാവായിരുന്നു നമ്മുടെ അംബാസഡർ കാലം നമ്മളിവിടെ കണ്ടെത്തിയിരിക്കണം കേട്ടോ. 1961 ഇറങ്ങിയ മാർക്ക് 1 എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു കാറാണ് കേട്ടോ. ആ ഒരു കാറിനെ കാണാൻ തന്നെ എന്തെടുപ്പാണെന്നറിയുമോ, രാജകീയമായ ഒരു എടുപ്പ് തന്നെയാണ് ആ ഒരു കാറ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ കാറിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കാർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആധുനിക കാലത്തുള്ള ഒരു ബ്രാൻഡിൻ്റെ പഴയ മോഡലാണ് കേട്ടോ. ഷെവർലെറ്റ് എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ, ഇപ്പോൾ ഇന്ത്യയിൽ ആ ബ്രാൻഡ് ഇപ്പോൾ ഇല്ല, അതിൻ്റെ ആ ഒരു പഴയ ഒരു മോഡലാണ് കേട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റ് പല മോഡൽ കാറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം നല്ല ലുക്കാണ് കേട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചേക്കുന്നത്. ഈ കാർ മ്യൂസിയം 2 ഫ്ലോറായിട്ടാണ് കേട്ടോ ഉള്ളത്. ഈ കാണുന്ന ടോപ്പ് ഫ്ലോറിലോട്ടാണ് നമ്മൾ ആദ്യം വന്ന് കയറുന്നത്. ഇത് തൊട്ട് താഴായിട്ട് വേറൊരു ഫ്ലോറുണ്ട്. അവിടെയും ഒരുപാട് കാറുകളുടെ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന സർക്കിൾ വഴിയാണ് കേട്ടോ ആ ഒരു ഫ്ലോറിലോട്ട് ഇറങ്ങി പോകാനുള്ളത്. ഇവിടെ കാറുകളുടെ കളക്ഷൻ മാത്രമല്ല കേട്ടോ, വിൻറ്റേജ് ബൈക്കുകളുടെയും വിൻറ്റേജ് സ്കൂട്ടറുകളുടെയും കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഉപയോഗിച്ച പല മോഡലും നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വലിയ വലിയ ട്രക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന ടാറ്റയുടെ ട്രക്കാണ് കേട്ടോ, നല്ല ലുക്കിലാണ് ഇവിടെ വച്ചേക്കുന്നത്. ഒരു ആർമിയുടെ ട്രക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല ലുക്കിലാണ് കേട്ടോ ഇവിടെ വച്ചേക്കുന്നത്. ഈ കാർ മ്യൂസിയത്തിനകത്ത് തന്നെ മഞ്ജുഷ മ്യൂസിയം എന്ന് പറയുന്ന വേറൊരു മ്യൂസിയം കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല ഐറ്റംസിൻ്റെയും കളക്ഷനാണ് ഇവിടെ പ്രദർശിപ്പിച്ചേക്കുന്നത്. എല്ലാം ആൻറ്റിക്സ് ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ഐറ്റംസ് എല്ലാം അതേപോലെ ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ അന്ന് പല പല ആവശ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ഐറ്റംസാണ്. പക്ഷേ പല ഐറ്റംസ് എന്താണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതിൽ ഒന്നിലും പേരൊന്നും എഴുതിയിട്ടില്ല. എല്ലാ ഐറ്റംസിനും പേരും കൂടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു നമുക്കത് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ പയാന കാർ മ്യൂസിയത്തിൽ വന്നിട്ട് പലതരം കാറുകളുടെ ആ ഒരു കളക്ഷനും കണ്ട്, ഇതുപോലുള്ള ആൻറ്റിക് ഐറ്റങ്ങളുടെ കളക്ഷനും കണ്ട് നമ്മൾ നേരെ എക്സിറ്റ് ആവുകയാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.